പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. 3ഉം 4ഉം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ചുവടെ തന്നിരിക്കുന്നതിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതൂങ് ആണ്. സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നാഗ്പൂർ സമ്മേളനം, നിസേർണ പ്രസ്ഥാനം, സൂറത്ത് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭൂഗർഭ ജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടാൽക്ക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? ആൻസർ ഓപ്ഷൻ എ ആണ്. സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ? ആൻസർ ഓപ്ഷൻ സി ആണ്. മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ആൻസർ ഓപ്ഷൻ എ ആണ്. ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. M വിശ്വേശ്വരയ്യ. അടുത്ത ചോദ്യം, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? ആൻസർ ഓപ്ഷൻ സി ആണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഫിലിപ്പൈൻസ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്. 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കുവാൻ വിസ ആവശ്യമില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3, അതായത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ കടം കൊണ്ടത് റഷ്യയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ കടം കൊണ്ടത് കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉപരാഷ്ട്രപതി. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എഴുതിയത് ഹംഫ്രി ബർക്കലി ആണ്. സ്പിരിറ്റ് ഓഫ് ലോസ് എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. ഇന്ത്യ 2020 എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. മൈ ട്രൂത്ത് എഴുതിയത് ഇന്ദിരാഗാന്ധിയാണ്. താഴെ തന്നിരിക്കുന്നത് തെറ്റായ ജോഡികൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ബൽവന്തറായ് കമ്മീഷൻ 1957, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 307 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019ലാണ്. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 10ാം പട്ടിക അതാണ് അനന്തരഫലങ്ങളിൽ ഉൾപ്പെടാത്തത്. എന്നാൽ അതിൽ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നു. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്നു. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ബി വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രം. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പച്ചാപൗലിയും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ്, ബാക്ടീരിയ, അസ്കാരിയാസിസ്, വിരകൾ, ജലദോഷം, വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനും കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി. ആൻസർ ഓപ്ഷൻ എ ആണ്, മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒമിക്രോൺ. 38ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതിനും പ്രതലത്തിന് സമാന്തരവുമായുള്ള ബലം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഘർഷണ ബലം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സമവർത്തുള ചലനം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിംഗിലർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസവാക്യത്തെ അടിസ്ഥാനമാക്കി എഴുതുക. CH4+, 2O2, CO2+, 2H2O. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, BCl3. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xും Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, XY2. ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 തെറ്റ് 2 ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്, അതാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നതിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ്, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂമിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വയനാട്. താഴെ പറയുന്നതിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, K സച്ചിദാനന്ദൻ. അടുത്തത് മാത്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതം ആയാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 8√2 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് ഒരു വില കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 16,380. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 300%. 0.04 -1.5ന്റെ വില എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 125. ഒരു കോഡ് ഭാഷയിൽ ബോയ് 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 തെറ്റും 2 ശരിയാണ്. ഗോഡ് എന്നത് എഴുതുമ്പോൾ നമുക്ക് 9 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്, അതാണ് ശരിയായിട്ടുള്ളത്. ഒറ്റയാൻ ഏതാണ്? 56, 72, 90, 110, 132, 150. ഒറ്റയാൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 150. A, B, Cയുടെ ശരാശരി m ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A², B², C²ന്റെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 മീറ്റർ സ്ക്വയർ. ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ആൻസർ ഓപ്ഷൻ എ ആണ്, 44. അടുത്തത് ബോർഡ് മാസ് റൂളിലുള്ളതാണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 8/10 - 3 + 5 × 6 = 8. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത സംഖ്യ ഏത്? 125, 135, 120, 130,
115, 125 ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് 110. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. ആൻസർ ഓപ്ഷൻ സി ആണ് ഷീ ഹാഡ് നെവർ ബീൻ. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. I regret dash you that the event has been cancelled. Answer option C ആണ് to tell. I regret to tell you that the event has been cancelled. When I arrived, they dash for over an hour. Answer option B ആണ് had been waiting. When I arrived, they had been waiting for over an hour. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Answer option C ആണ് asset. The artist painted a beautiful landscape dash the canvas. Answer option B ആണ് onto. The artist painted a beautiful landscape onto the canvas. The negotiations between the two countries finally dash after weeks of discussion and the war began. Answer option C ആണ് broke down. The negotiations between the two countries finally broke down after weeks of discussion and the war began. The detective's ability to notice the dash details led to the solving of the complex mystery. Answer option B ആണ് salient. The detective's ability to notice the salient details led to the solving of the complex mystery. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. Answer option B ആണ് dead end. The bargains between the two companies reached a dead end when they failed to agree on the terms of the partnership. 69ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Despite facing numerous obstacles, she displayed remarkable dash throughout the challenging project. Answer option B ആണ് tenacity. അടുത്തത് മലയാള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തതിൽ നിന്ന് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ ബി ആണ് പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അധ്യാപകർ. സ്വാമികൾ, വൈദ്യർ, ജ്യോത്സ്യർ ഇതെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞവ എല്ലാം വണ്ട് എന്നതിന് അർത്ഥമായി വരുന്നതാണ്. അളി, ഭ്രമരം, മധുപം, ഭൃംഗം ഇതെല്ലാം വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. താഴെ കൊടുത്തതിൽ ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അനുഗ്രഹീതനാണ് ശരിയായിട്ടുള്ളത്. പിരിച്ചെഴുതുക ബിണ്ടലം. ആൻസർ ഓപ്ഷൻ സി ആണ് ബിൻ അധികം തലം ബിണ്ടലം. ചേർത്തെഴുതുക കൽ അധികം മതിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം? ആൻസർ ഓപ്ഷൻ എ ആണ് പ്രയോജനമില്ലാത്ത വസ്തുവാണ് ഏട്ടിലെ പശു. വിപരീത പദം എഴുതുക ഉന്മീലനം. ആൻസർ ഓപ്ഷൻ ബി ആണ് നിമീലനം. ഒറ്റപ്പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ആൻസർ ഓപ്ഷൻ എ ആണ് ജിജ്ഞാസു. പൊതുസ്ഥലത്ത് വച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സൗകര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ്? ആൻസർ ഓപ്ഷൻ സി ആണ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം? ആൻസർ ഓപ്ഷൻ എ ആണ് 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 ഉദ്ദേശം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 1, 2, 4 ശരിയാണ്.
മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്ത് വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അഥവാ മാരക വസ്തുക്കൾ എന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരിയിലേക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ടിട്ടുള്ള ഓഫീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ENA ഇറക്കുമതി ചെയ്യുന്നതിന് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്പിരിറ്റിന്റെ വീര്യം അളക്കാൻ. 90ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. കേരളത്തിൽ വിദേശമദ്യ വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യ ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 3. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. 15.5% വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 35 ഡിഗ്രി UPG വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ ആയിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പമുള്ളവ ആയിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തേണ്ടതാണ്. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നതിൽ എന്തെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3 ശരിയാണ്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നതിൽ ആരെല്ലാം അംഗങ്ങളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവര സാങ്കേതിക നിയമത്തിലെ വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടും ശരി, എയും ബിയും വരുന്നുണ്ട്. വകുപ്പ് 43, വകുപ്പ് 66. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം. ആൻസർ ഓപ്ഷൻ എ ആണ്, 12 വയസ്സിൽ താഴെ.